ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ നടൻ തിലകനുമായിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. നടൻ തിലകനെക്കുറിച്ച് കഴിഞ്ഞാൽ ഒരു പരാമർശമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു നടൻ, ആ നടനെ സീരിയലിൽ പോലും അഭിനയിക്കാൻ വയ്യാതെ ഒരു അതുല്യ നടൻ, ആ അതുല്യ നടനെ സീരിയലിൽ പോലും അഭിനയിക്കാൻ വിടാതെ ആ അതുല്യ നടനെ പിടിച്ചു പുറത്താക്കി. ആത്മയുടെ പ്രസിഡന്റ് അയാൾക്കെതിരെ അന്ന് വലിയ രീതിയിൽ ചരടുവലികൾ നടത്തി എന്ന് പറയുന്നത്. ആത്മയുടെ പ്രസിഡന്റ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അത് കെ.ബി. ഗണേഷ് കുമാറാണ്. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു സിൽപ്പന്തിയുണ്ട്, അയാളുടെ പേര് പൂജപ്പുര രാധാകൃഷ്ണൻ. അയാളിപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും തിലകനെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ അമ്മയിലെ റിപ്പോർട്ടിൽ ആ നടൻ തിലകനാണെന്ന് അറിയാനും മറ്റേത് കെ.ബി. ഗണേഷ് കുമാറാണെന്ന് അറിയാനും നമുക്ക് പാഴൂർ പടിപ്പുര വരെ പോയി കവടി നികത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെതിരെ വളരെ വലിയ ആരോപണങ്ങൾ തിലകൻ്റെ മകൻ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിലകനെ തകർക്കാൻ ഗണേഷ് കുമാർ ഉണ്ടാക്കിയ സംഘടനയാണെന്നാണ് തിലകൻ്റെ മകളടക്കം പറയുന്നത്, അമ്മാ സംഘടന. തിലകൻ എല്ലാ കാലത്തും വലിയ രീതിയിൽ അമ്മാ സംഘടന ദ്രോഹിച്ചിട്ടുണ്ട് എന്ന ആരോപണം പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആളാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാവർക്കും എതിരെ തിലകൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ തിലകൻ നന്മയുള്ളൊരു മനുഷ്യൻ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ചോദിക്കുന്നത്, ഞാൻ പ്രശാന്ത് ഏട്ടനോട് ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം സോണിയ തിലകൻ്റെ മകൾ, അവരൊരു തനിക്കും ഒരു ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്നുള്ള രീതിയിൽ അവർ ഒരു മാതൃഭൂമി ചർച്ചയിൽ നിന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ്. അവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്താൻ ഒരു ശ്രമം നടത്തി, അവർക്ക് പിന്നെ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ അവർ പറഞ്ഞതാണ്. അതിനിടയിൽ അവർ പറഞ്ഞ വേറൊരു കാര്യം, എൻ്റെ അച്ഛനെ ഒതുക്കിയത് നായർ ലോബിയാണ് എന്നാണ്. ഈ നായർ ലോബി നമുക്കെല്ലാം വെട്ടിത്തുറന്ന് തന്നെ സംസാരിക്കില്ല, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ നായർ ലോബി ആരാണ്? സിനിമയിലുള്ള എല്ലാ കാലത്തും ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ടീം നായർ ലോബി എന്ന് നമ്മുടെ മലയാളത്തിനെ നോക്കി പറയുന്നത് ഒരേ ഒരു ലോബി മാത്രമേ ഉള്ളൂ. അത് മലയാളത്തിലെ വടവൃക്ഷമായിട്ടുള്ള മോഹൻലാലാണ്. മോഹൻലാൽ നായരാണ്, പ്രിയദർശൻ നായരാണ്, എം.ജി. ശ്രീകുമാർ നായരാണ്. ഈ മൂന്ന് പേരും നല്ല നായന്മാരാണ്. പിന്നെ സുരേഷ് ഗോപി ഇടയ്ക്ക് പറയും ഞാൻ ചെവിയിൽ പൂടെയുള്ള നായരാണെന്ന് പറയും. പിന്നെ ദിലീപ് നായരാണ്. ഇവരെല്ലാം നായന്മാരാണല്ലോ. അപ്പോൾ ഈ നായർ ലോബിയാണ് തൻ്റെ അച്ഛനെ ജാതീയപരമായിട്ട് ഒതുക്കാൻ ശ്രമിച്ചത് എന്നാണ് സോണിയ തിലകൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ നായർ ലോബിയുടെ കേസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊന്നുമില്ല, ഇത് പണ്ട് മുതലേ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. നായർ ലോബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെയുള്ള മാധ്യമങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യും. പക്ഷേ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ മാഫിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മാഫിയ ഇല്ല, പറയരുത്. ലവ് ജിഹാദ് പോലെയാണ്, ലവ് ജിഹാദ് ഇല്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയും, അതുപോലെയാണ് ഇവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത്. എന്താ തോന്നുന്നത്, തിലകനെ നശിപ്പിച്ചത് നായർ ലോബിയാണ്? അല്ല, ധനുഷ് ഈ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ കത്താതെ വരുമ്പോൾ സമുദായത്തെ ഉപയോഗിച്ച് കത്തിക്കത്തില്ലേ, അതുപോലെയാണ് നമുക്കിത് തോന്നുന്നത്. തിലകൻ എന്ന് പറയുന്ന ആളിനോട് നമുക്കുള്ള ബഹുമാനം, സമൂഹത്തിനുള്ള ബഹുമാനം, അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ള അംഗീകാരം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പക്ഷേ അമ്മ എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തോട് എന്ത് ചെയ്തു എന്നുള്ളതിനകത്ത് നമുക്ക് വ്യക്തതയില്ലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 10-14 കൊല്ലം മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇന്നും ജനം ഏറ്റെടുത്ത് ചർച്ചയാവുന്നത്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് ജനത്തിന് ഡയറക്റ്റ് അറിയത്തില്ലെങ്കിലും അതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കണ്ട് പറയുന്നത്. ഈ സോണിയ, എന്തുകൊണ്ട് പേര്, സോണിയ തിലകൻ അവർ സിനിമാ നടിയാണോ, ആർട്ടിസ്റ്റാണോ, അല്ലെങ്കിൽ ഈ മേഖല എന്തിന് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമില്ല. പക്ഷേ അവരോട് നമുക്ക് തിലകൻ്റെ മകളെന്നുള്ള ഒരു ബഹുമാനം മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ ഞാനൊരു കാര്യം പറയും, തിലകൻ്റെ മകളാണെങ്കിൽ അവർ ഇന്നലെ പറഞ്ഞ ആരോപണത്തിനകത്ത് ആളുടെ പേര് പറയണം. എന്തോ സമയമായില്ലയോ, എപ്പോഴാണ് സമയമാവുന്നത്? പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, എപ്പോഴാണ് സമയമാവുന്നത്? ഈ സ്ത്രീകൾക്ക് ഇനി എപ്പോഴാണ് സമയമാവുന്നത്? 4 കൊല്ലം മുമ്പ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, ദിലീപ് അല്ലെങ്കിൽ ദിലീപിൻ്റെ കെയർ ഓഫിൽ കോടതി നിൽക്കുന്ന അവരെ ഉപദ്രവിച്ചു. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമത്തിന് എന്താണെന്നും അത് ഇനി ഉണ്ടാവാൻ പാടില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കണമെന്ന് പറഞ്ഞു. WCCI പറഞ്ഞു. അതനുസരിച്ച് ഗവൺമെൻറ് കമ്മീഷനെ വെച്ചു. കമ്മീഷൻ കാര്യങ്ങൾ കേട്ടു. ഒരു കമ്മിറ്റിയാണ് അതിനകത്ത് അത് വെളിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. WCCI ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ നിർബന്ധം പിടിച്ചിട്ടൊന്നുമില്ല. അത് വെളിയിൽ കൊണ്ടുവരാൻ ചില ആൾക്കാർ നിർബന്ധം പിടിച്ചു വെളിയിൽ വന്നു. വെളിയിൽ വന്നപ്പോൾ വിവാദമായി, മാധ്യമങ്ങൾ വിവാദമാക്കി. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ സമയമാവും. ഇനി എപ്പോഴാണ് സമയമാവുന്നത്? ഈ സ്ത്രീകൾക്ക് പീഡനം അനുഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. ഈ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ്റെ മകളായതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പലവട്ടം സംസാരിക്കുന്നു, അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇനി അവർക്ക് എപ്പോഴാണ് സമയം ഉണ്ടാവുന്നത്? അപ്പം ഇതിനകത്തും ധനുഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആരുടെ നീതിക്ക് വേണ്ടിയല്ല ഈ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത്. ചിലരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലയിടത്തു നിന്ന് പുറത്തായിപ്പോയി. അപ്പം പുറത്തായതുകൊണ്ട് അവരെ പുറത്താക്കിയ ഒരു പ്രസ്ഥാനം, അത് സിനിമയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അല്ലെങ്കിൽ മതത്തിൻ്റെ അല്ലെങ്കിൽ ചില ജാതി സംഘടനകളുണ്ട്, ഇവിടെ എല്ലാം സംഭവിക്കുന്ന പോലെയാണ്. ഇപ്പം ഈ തിലകൻ്റെ മകളോ അല്ലെങ്കിൽ WCCയുടെ ആൾക്കാരോ, നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്കൊന്നും വ്യക്തത വരുത്താൻ പറ്റാത്തതിന് അവർ കാരണങ്ങൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ധനുഷ് മനസ്സിലാക്കുന്നതും ഒക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും. അവർക്ക്
നിലനിൽപ്പില്ലാതായി. അത് അവരുടെ കഴിവുകേട് കൊണ്ടോ, ഈ പറയുന്ന ലോബിയുടെ കാര്യം കൊണ്ടോ, മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കും അവർ ഇപ്പം സിനിമയിൽ നിന്ന് പുറത്തായി നിൽക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവർ പറയാത്തതിൻ്റെ ഈ പുറത്തായതിൻ്റെ പകപോക്കലാണ്. അതായത് സിനിമ എന്ന് പറയുന്ന ഫീൽഡ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഫീൽഡാണ്. അത് കൂട്ടിക്കൊടുപ്പിൻ്റെയും പെണ്ണുപിടിൻ്റെയും അനാശാസത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലോബിയാണ്. മയക്കുമരുന്നിൻ്റെയും കള്ളിൻ്റെയും ലോബിയാണ്. ഇതെല്ലായിടത്തും ഉള്ളതാണല്ലോ ഈ സംഭവം. രാഷ്ട്രീയത്തിനകത്ത് പെണ്ണുപിടി കേസുകൾ വരുന്നില്ലേ? സമുദായ സംഘടനകളിനകത്ത് വരുന്നു. ഉസ്താദന്മാരും തിരുമേനിമാരും പള്ളിയിലച്ചന്മാരും പീഡിപ്പിച്ച കേസുകൾ നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പോൾ അതിനൊക്കെ അപ്പുറം ഒരു വലിയ ഗോസിപ്പിലി സാധനം കൊണ്ടുപോകുന്നത് ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ അവർ ശരിയോ തെറ്റോ അത് തീരുമാനിക്കട്ടെ. അത് ശരിയോ തെറ്റോ തീരുമാനിക്കണമെങ്കിൽ അവർ തെറ്റാണെങ്കിൽ അവർക്കെതിരെ ആക്ഷേപം പറയേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് അത് അനുഭവിക്കേണ്ടി വന്ന ആൾക്കാരല്ലേ. പിന്നെയും പറയാമെന്ന് പറയുന്നത് അത് ഈ രീതിയിൽ ആൾക്കാർ ചിന്തിച്ചത് കൊണ്ടാവാം തിലകനെ ആരെങ്കിലും ജാതിയുടെ പേരിലാണെന്നോ സിനിമ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും തിലകന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത് എന്താ? തിലകൻ അല്ലെങ്കിൽ തിലകന്റെ ജാതിയുടെ പേരിലാണ്. നമ്മൾ തിലകന്റെ ജാതി ആയതുകൊണ്ടാണ്. അപ്പം അതെ ആ മനുഷ്യന്റെ വലിപ്പം, ആ മനുഷ്യന്റെ ആ കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് നമുക്കൊരു വിശ്വാസ്യത. അപ്പം ഈ സ്ത്രീ രണ്ട് കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. തിലകൻ്റെ മകളോട്, തിലകൻ്റെ മകൾ എന്നുള്ള രീതിയിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അവർക്കെതിരെ അനീതിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പേര് അവർ പറയണം. ആദ്യമേ തിലകൻ്റെ മകളാണെങ്കിൽ ആദ്യമേ ആ പേര് പറയാൻ അവർ തയ്യാറാവണം. ശരിയില്ല ധനുഷ പറഞ്ഞു. രണ്ടാമത് അവരൊരിക്കലും ജാതി പറയാൻ പാടില്ല. അവരൊക്കെ വേറെ വലിയൊരു റേഞ്ചിലാണ്. അതായത് നായർ ലോബിയോ ഒതുക്കി ഇപ്പം മോഹൻലാലിനോ അല്ലെങ്കിൽ ദിലീപിനോ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ ഒരു റേഞ്ചിനപ്പുറം ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ ജാതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഈ പച്ചയായിട്ട് പല കാര്യങ്ങളും പറയുമെങ്കിലും ഞാൻ എൻ്റെ കൂടെ നടക്കുന്നവനല്ല എൻ്റെ ജാതി. എനിക്ക് ജാതി ഉണ്ട് കേട്ടോ, പക്ഷെ എൻ്റെ കൂടെ നടക്കുന്നവനല്ല ഞാൻ എൻ്റെ ജാതിയായിട്ടാണ്. അത് മുസ്ലിം ആയാലും ഞാൻ പറയും എൻ്റെ ജാതി, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കാണാം. ആത്മാർത്ഥമായിട്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ കാണാം. പക്ഷെ പല കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യത്തിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കണമെന്നൊന്നുമില്ല. അത് ശരിയല്ല, ഇതില്ല. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയേ കാണാം, അങ്ങനെയാണ് ഇവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ കൃത്യമായ ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ് ഇന്നും ഈ കമ്മീഷനകത്ത് പരാതി കൊടുത്തിട്ടുള്ളവർ അതിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെ മോശമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഞങ്ങൾ തന്ന പരാതിയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതാണെന്നോ വെളിയിൽ പറയാതിരിക്കാമെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ WCC ഇതുവരെ എന്താ അഭിപ്രായം പറയാത്തത്? WCC പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയാണ് ഞങ്ങളുടെ പണി തുടങ്ങുന്നത്. WCC പറഞ്ഞു അതെ, ഇനി അവരാഗ്രഹിച്ചെല്ലാം നടന്നു, മനസ്സിലാവുന്നു. പക്ഷെ അതൊന്നും ജനം അത്ര കണ്ടങ്ങ് വിശ്വസിച്ച് പോകുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സിനിമ എന്താണെന്നും അതിനെപ്പറ്റി ഒരു സാമാന്യ സങ്കല്പം കാലാകാലം സിനിമ ഉണ്ടായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിമുടി ഞാൻ കാണുന്നത് തന്നെ ഉണ്ടല്ലോ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ കാണുന്ന ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ഇത് അടിമുടി സ്ത്രീ വിരുദ്ധമാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അടിമുടി സ്ത്രീ വിരുദ്ധമാണ്. ഇത് പുരുഷന്മാർക്കെതിരെയുള്ള റിപ്പോർട്ടാണെന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ഇതിൽ ഞാൻ കാണുന്ന ആദ്യത്തെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റിയിൽ ഞാൻ കാണുന്ന ആദ്യത്തെ സ്ത്രീ വിരുദ്ധത, ഈ സിനിമയിലുള്ള നടിമാർ മാത്രമേ സ്ത്രീകളായിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ഈ സിമന്റ് പണിക്ക് പോകുന്ന ദേഹത്ത് എന്താണ് ഈ കുട്ടികളെ കെട്ടിവെച്ച് കോൺക്രീറ്റ് കെട്ടി കൊണ്ടുപോകുന്ന സ്ത്രീ ആ സൈറ്റിൽ യൂറിനേറ്റ് ചെയ്യാൻ അവർക്ക് സ്ഥലമുണ്ടോ എന്ന് ഇവർ അന്വേഷിക്കാത്ത. അപ്പോൾ ഒരു ക്ലാസിഫൈ, അതായത് സ്ത്രീകളെ ക്ലാസിഫൈ ചെയ്ത് ഒരു സ്ത്രീകളെ പ്രിവിലേജ്ഡ് ആയിട്ട് കണ്ട് ബാക്കിയുള്ള സ്ത്രീകളെയൊക്കെ തഴഞ്ഞ് ഇവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നുണ്ടോ സ്ത്രീകൾ? രാവിലെ 9 മണിക്ക് വന്നാൽ രാത്രി 9 മണി വരെ നിപ്പാണ് നിൽക്കുന്നത്. അവരവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഇരിക്കാനൊരു കസേരയില്ല. ഇൻസ്പെക്ഷൻ വല്ലതും വരുമ്പോൾ മുതലാളി ഒരു കസേര എടുത്തിട്ട് കൊടുക്കും. ആ സമയത്ത് ഇരിക്കും, പോയി കഴിഞ്ഞാൽ വീണ്ടും കസേര വെച്ചിട്ട് നിൽക്കാൻ പറയും. പീഡനമാണ്. അപ്പോൾ ഈ സകല മേഖലകളിലും ഉണ്ട്. പക്ഷെ അവർ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നടിമാരുടെ കേസ് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നടിമാരി തന്നെ പറയുന്നുണ്ട്. അതായത് ചൂഷണം നേരിടുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരുടെ മാതാപിതാക്കൾ പോലും അറിഞ്ഞുണ്ടായത്, മാതാപിതാക്കൾ കൊണ്ടു കൊടുക്കുകയാണ്. അത് സ്ത്രീ വിരുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്നത് ഞങ്ങളെ അവസരത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്നു എന്നാണ്. പക്ഷെ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയാമോ? ചൂഷണം ഇവർ അവസരമാക്കി മാറ്റുകയാണ്. ചൂഷണത്തിന് വേണ്ടി അവരുടെ അവസരത്തിന് വേണ്ടി പലരെയും താല്പര്യമില്ലാത്തവരെ പോലും ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇതിൽ വേറെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ ഒരു ഡയറക്ടറാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണെന്ന് വിചാരിക്കുക. ചേട്ടൻ്റെ അടുത്ത് 2 സ്ത്രീകൾ വരുന്നു. 2 സ്ത്രീകൾ വരുമ്പോൾ ആ 2 സ്ത്രീകളും ചേട്ടനോട് പറയുകയാണ് ഒരു സ്ത്രീക്ക് കഴിവുണ്ട്, വേറൊരു സ്ത്രീക്ക് കഴിവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വേറൊരു സ്ത്രീയുടെ അമ്മ പറയുകയാണ് എൻ്റെ മകൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ടർ എന്താണ് സമ്മതിക്കും, ശരിയെങ്കിൽ ഇവളെ എടുക്കാം എന്ന് വിചാരിക്കും ഡയറക്ടർ. മറ്റേ കഴിവുള്ളവളെ തഴയും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ വേറൊരു സ്ത്രീ ചതിച്ച് മുകളിലോട്ട് കയറി വരുന്ന സംഭവമാണ്. എന്നിട്ട് പഴി പുരുഷന്മാർക്ക്, അത് ചൂഷണമാണെന്ന് പറയുന്നത്.
കൊടുക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നല്ല കലാകാരനാണെങ്കിൽ അല്ല, റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്മമാര് കൊണ്ട് കൊടുക്കും. അല്ല, പല വീടുകളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. പല വീടുകളിൽ നിന്നും വീട്ടിൽ നാട്ടുകാർ നോക്കുമ്പോൾ അമ്മയും മോളൂടെ പോകുന്നത്. അമ്മയും മോളൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അമ്മയും മോളൂടെ പോകുന്നത്. ഈ അമ്മയും മകളും കൂടാണ് ഈ മാതിരി തോന്നിവാസത്തിന് പോവുകയും അല്ലെങ്കിൽ പലരും നിന്ന് കൊടുക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞാൽ അത് സെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ധനുഷ ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഈ ആണുങ്ങൾ വളരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ, അല്പം വീക്ക്നെസ് ഉള്ളതിനെ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ഇതിൻ്റെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സ്ത്രീകൾ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ പല മേഖലയിലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഇവർക്കും ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ പാലത്തിൻ്റെ കീഴിൽ ശരീരം വിറ്റ് സ്വന്തം ഒരു കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരത്തിന് പോകുന്ന 50 രൂപയുടെ വേശി എന്ന് പറയുന്നു. ഇതുപോലെ സുഖസൗകര്യങ്ങൾ ഓതി വലിയവൻ്റെ കയ്യിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റി ബെൻസലും മറ്റേലും നടക്കുന്നതും അവരെ വേശിന്നാരും വിളിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ കോൾ ഗേൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് സിനിമയിൽ വളരെ ഉണ്ട്. ഇപ്പം ധനുഷൊരു സംവിധാനമല്ല, ഞാനൊരു സംവിധാനം. എനിക്ക് എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ഒരു വീക്ക്നെസ് തോന്നി, നമ്മളുടെ കൂടെ സഹകരിക്കുക, അത് വളരെ പ്ലാൻഡായിട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുക. എന്നിട്ടില്ല വളരെ വെളിയിൽ പറയാൻ പറ്റാത്ത ചില ആൾക്കാർ പറയും, നീ കൊണ്ട് കൊടുക്കടി, ഞാൻ അല്ലെങ്കിൽ അവൻ്റെ പെണ്ണുമ്പിള്ള എന്ന് കണ്ടോട്ടെ, അല്ലെ ഞാനങ്ങ് നാറിക്കോട്ടെ. ഇതല്ലാതെ ഇത് നാണക്കേടെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും കോടാനുകോടി രൂപ കുടുംബം വരെ പോയിട്ടുള്ള പല കേസുകളും ഉണ്ട്. അതും ഈ സിനിമയുടെ ഗർഭത്തിൽ നടക്കുക. മനസ്സിലായി? ഇതാരും ചർച്ച ചെയ്യാനില്ല. സ്ത്രീകളുടെ കാര്യം അല്ലെങ്കിൽ പീഡനത്തിൻ്റെ കാര്യം, അവരുടെ അവസരം നിഷേധിക്കുമ്പോൾ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ കാര്യം, തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങുന്ന ആൾക്കാർ അതിൻ്റെ മുന്നിൽ തന്നെ വേണം. പിന്നെ പറയാം, ഇപ്പം പറയാം, നാളെ പറയാം, അതൊക്കെ വേറെ ചില കാര്യങ്ങളാണ്, ചില ഉദ്ദേശങ്ങളാണ്. അതൊക്കെയാണ് ഈ കമ്മിറ്റികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഒരു ലോബി, ഒരു നായർ ലോബി, ഈഴോ ലോബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വിഷയം വിട്ടതാണ്, ഇത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ കമ്മിറ്റി എല്ലാവരും എടുത്തു വെച്ച് ഇനി നാറാനും ചർച്ച ചെയ്യാനല്ലല്ലോ. ഈ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാം പ്രമുഖന്മാര് ഒരു ഞെട്ടലും ഇല്ല. എല്ലാവരുടെയും മനസ്സിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു വ്യവസായം അതിനകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അത് ഈ രീതിയിൽ നിന്ന് കൊടുക്കാൻ ആളുണ്ടെന്നൊക്കെ അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനകത്ത് ആരും ഞെട്ടാനും ഒന്നുമില്ല. ഈ പറഞ്ഞവരൊക്കെ കിടന്ന ഞെട്ടത്തേ ഉള്ളൂ. ഇവർക്കും അറിയാം, ഈ മൊഴി കൊടുത്തവർക്കും അറിയാം, അവർ ഉദ്ദേശ കാര്യങ്ങളൊന്നും അറിയാം. അതിൻ്റെ ഒരു മാനസിക ഉല്ലാസം അവർ കിട്ടുമെന്നുള്ളതിൽ തിലകൻ്റെ മകളാണെങ്കിൽ അവർ ഇത് പറയാം, അവരെ മോശമായിട്ട് പെരുമാറേണ്ട കാര്യം അവർ പറയേണ്ടതാണ്. ആദ്യമേ എല്ലാവർക്കും ഇതിനെ വെട്ടിത്തുറന്ന് തിലകൻ ഒരിക്കലും എല്ലാം മറച്ചു വെച്ചിട്ടില്ല. തിലകൻ എല്ലാം നഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ്. ന്യായത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടല്ലേ തിലകൻ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ എങ്ങും ആരെ മുഖം നോക്കാൻ സംസാരിച്ചുകൊണ്ട് ഈ സ്ത്രീയും തിലകന്റെ മകളെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണല്ലോ ക്യാമറ കൊണ്ട് ആൾക്കാർ അടുത്ത് ചെല്ലുന്നത്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ കേൾക്കാൻ തയ്യാറാവുന്നത്. അവർ ജാതിയുടെ പേര് പറയാൻ പാടില്ലായിരുന്നു. അവർ തിലകനെ ആരും ജാതിയായിട്ട് കണ്ടിട്ടുള്ളൂ. അവർക്ക് ചൂഷണം അവരുടെ പേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് അവർ പ്രതികരിക്കണമായിരുന്നു. തിലകന്റെ മകളായിരുന്നെങ്കിൽ. അത്രയേ ഉള്ളൂ.